ഹായ് ഹലോ ഗൈസ്, കുഞ്ഞാനാണ്. യൂട്യൂബിൻ്റെ പുതിയ അപ്ഡേഷനൊക്കെ എല്ലാവരും അറിഞ്ഞിരിക്കും. യൂട്യൂബിൽ വീഡിയോ ഉള്ള വീഡിയോ ആണ് കേട്ടോ. എല്ലാത്തവരൊക്കെ കണ്ടിട്ട് ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്തോളും, കുഴപ്പമില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാലേ, എന്താണ് പുതിയ അപ്ഡേഷൻ? 2027 ജനുവരി 31 ലാസ്റ്റ്, 1 ഫെബ്രുവരി മുതൽ യൂട്യൂബിൽ മോണിറ്റൈസേഷൻ ആവണമെങ്കിൽ 8000 വാച്ച് അവർ വേണം. ഇതുവരെ 4000 വാച്ച് അവർ ആയിരുന്നു. അപ്പം ഇനി 2027 ജനുവരി അല്ല, ഫെബ്രുവരി 1 മുതൽ 8000 വാച്ച് അവറും, അതല്ലെങ്കിൽ ലാസ്റ്റ് 90 ദിവസം കൊണ്ട് 20 മില്യൺ ഷോർട്സ് വീഡിയോക്ക് വ്യൂസും വേണം. 90 ദിവസം കൊണ്ടാട്ടോ, 90 ദിവസം കൊണ്ട്. മറ്റേത് 10 മില്യൺ ആയിരുന്നു ആദ്യം, അപ്പം അത് 20 മില്യൺ, രണ്ടും ഡബിൾ കണ്ട് ഇരട്ടിപ്പിച്ചിക്കുക. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഉണ്ടോ നല്ലോണം പരമാവധി വീഡിയോ ഇട്ടിട്ട് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അങ്ങനെയൊക്കെ അടിച്ച് കയറി മുന്നോട്ട് കൊണ്ടുപോയിക്കോളി. എന്നാലാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ, മോണിറ്റൈസൺ ആക്കാൻ പറ്റുള്ളൂ. ബാക്കിലേക്ക് നിൽക്കണ്ട. മോണിറ്റൈസൺ ആവാത്തവർ ആരും ബേജാറായിട്ട് ബാക്കിലേക്ക് നിൽക്കൊന്നും വേണ്ട. ദിവസം വീഡിയോയുടെ ലൈവൊക്കെ ഇട്ടിട്ട് പരമാവധി എന്ത് ചെയ്തോളി. എത്ര സമയം ലൈവ് ഇടാൻ പറ്റുമെങ്കിൽ അത്രയൊക്കെ സമയം ലൈവ് ഇട്ടോളി. 2 മണിക്കൂറോ 3 മണിക്കൂർ, ഏറ്റവും കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും ലൈവ് ഇടണം എന്നാണ് ഒരു സമയത്ത്. അപ്പോൾ എത്ര മണിക്കൂർ ഇടാൻ പറ്റുമോ അത്രയും എത്തിക്കാൻ പറ്റും, അത്രയും എത്തിപ്പിച്ചോളി. ആരും പിന്നെ ഇതുകൊണ്ട് ഇപ്പം ഞാൻ എന്താ കാര്യം, നമ്മളെ കൊണ്ടൊന്നും കഴിയൂല അങ്ങനെ പറഞ്ഞിട്ട് ആരും ഇരിക്കണ്ട. പരമാവധി എത്ര നമുക്ക് ഇടാൻ പറ്റുമെങ്കിൽ അത്രയൊക്കെ വീഡിയോ ഉണ്ട് ഇട്ടിട്ട് അങ്ങനെ മുന്നോട്ട് പോവുക. അപ്പോൾ ഒക്കെ ശരിയാവും. അല്ല നമ്മൾ ബാക്കിലേക്ക് നിന്നാൽ ഇതൊന്നും നമ്മളെ കൊണ്ട് നടക്കൂല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബാക്കിലേക്ക് നിന്നാൽ നടക്കൂല. അപ്പം അങ്ങനെ വിചാരിച്ചിട്ട് എന്ത് ചെയ്യണ്ട, ഇരിക്കും വേണ്ട. ഇതൊക്കെ നമുക്ക് ഈ കടമ്പകളൊക്കെ നമുക്ക് സുഖമായിട്ട് മുന്നോട്ട് കടന്നു പോകാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് വീഡിയോ ഇട്ടോളൂ, അങ്ങോട്ട് സെറ്റാവും. അതിൽ പെട്ട ആളാണ് ഞാനൊക്കെ. നമ്മളെ മോണിറ്റൈസേഷൻ ആദ്യം ആയിക്കണമെങ്കിലും പക്ഷേ എനിക്ക് ഒരുപാട് വഴുകിപ്പോയി ലൈവ് ഇടാൻ. ഞാൻ 50 സബ്സ്ക്രൈബ് ആയാൽ ലൈവ് ഇടാൻ പറ്റുമെന്ന് പറഞ്ഞു. ഞാൻ 6000 കടന്നിട്ടാണ് ലൈവ് ഇടാൻ തുടങ്ങി. നമുക്കതിനെ പറ്റി അറിഞ്ഞില്ല, അതാണ് പ്രശ്നമായത്. നമുക്കതിനെ പറ്റിയിട്ടുള്ള അറിവുണ്ടായില്ല. അല്ലെങ്കിൽ നമുക്കൊക്കെ റെഡി ആയിരുന്നു. ഇതിന് മുന്നേ വരുമാനം കണ്ടെത്തായിരുന്നു. ഇതൊരു വരുമാനം കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ എന്തായാലും യൂട്യൂബിലൊക്കെ വീഡിയോ ഉള്ളവർ പരമാവധി എത്ര സമയം പിന്നെ ലൈവിൽ ഇരിക്കാൻ പറ്റും അത്ര സമയം ലൈവിൽ ഇരുന്നിട്ട് വീഡിയോ ചെയ്യുക. അതേമാതിരിക്ക് എത്ര വീഡിയോ ഇടാൻ പറ്റുക അത്രയും ഒക്കെ വീഡിയോ ഇട്ടോളി. ഷോർട്സ് വീഡിയോ ആയാലും 3 മിനിറ്റിന് മുകളിലുള്ള ലോങ് വീഡിയോ ആയാലും എത്ര വീഡിയോ ദിവസം ഇടാൻ പറ്റും അത്രയൊക്കെ ഇടാം. ഇന്ന പരിധിയൊന്നുമില്ല, എത്ര ഇടാൻ പറ്റുക അത്രയൊക്കെ ഇട്ടിട്ട് വീഡിയോ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ചാനൽ 2027 ജനുവരി 31 മുൻപേ മോണിറ്റൈസേഷൻ ആക്കാം. അപ്പോൾ മോണിറ്റൈസേഷൻ ആകാത്തവരൊന്നും ബേജാറായിട്ട് ഇരിക്കണ്ട. നല്ലോണം പരമാവധി ശ്രമിച്ചാൽ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ എങ്ങനെയാണ് വേണ്ടതെന്ന് അറിയില്ലേ? 2027 ജനുവരി 31 മുമ്പേ 8000 മണിക്കൂർ വാച്ച് അവർ വേണം. 8000 മണിക്കൂർ. അപ്പോൾ നമുക്ക് പിന്നെ എന്ത് ചെയ്യുക, വാച്ച് അവർ ആക്കാൻ പറ്റുള്ളൂ. 8000 മണിക്കൂറാകും. ജനുവരി 31 കഴിഞ്ഞാൽ പിന്നെ 8000 മണിക്കൂറാണ്. ജനുവരി 31 4000 മണിക്കൂർ മതി മുമ്പ് ആണെങ്കിൽ. 2027 ഫെബ്രുവരി 1 മുതൽ 8000 മണിക്കൂർ വാച്ച് അവർ വേണം. അപ്പോൾ അത് മറക്കണ്ട. 2027 ജനുവരി 31 വരെ 4000 മണിക്കൂർ മതി. 2027 ഫെബ്രുവരി 1 മുതൽ 8000 മണിക്കൂർ വേണം. എന്ത് വാച്ച് അവർ പിന്നെ ആക്കണം. അതല്ലെങ്കിൽ 90 ദിവസം കൊണ്ട് ഷോർട്സ് വീഡിയോക്ക് 20 മില്യൺ വ്യൂസ് ആക്കണം. ഇതിലേതെങ്കിലും ഒന്ന് നമുക്ക് കഴിയണം. അപ്പോൾ 90 മില്യൺ ഷോർട്സ് വീഡിയോ ചിലപ്പം വ്യൂസ് ആക്കണമെങ്കിൽ ലേശം പാടായിക്കാരം. അപ്പോൾ അത് നമുക്ക് 8000 മണിക്കൂർ ആക്കാൻ വലിയ പാടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് 8000 മണിക്കൂർ വേഗം ആക്കിയിട്ട് എല്ലാറ്റിനും അടിച്ച് കയറി മുന്നോട്ട് പോയിക്കോളി. ആരും ബാക്കിലേക്ക് നിൽക്കണ്ട, ഒക്കെ ശരിയാവും. നമ്മളെന്നാണ്ട് പ്രയത്നിച്ചാണ്ടല്ലോ ഒക്കെ ശരിയാവും. അതുകൊണ്ട് എല്ലാവരും അടിച്ചോളി, ആരും ബാക്കിലേക്ക് നിൽക്കണ്ട. നോക്കണേ, അടിച്ച് മുന്നോട്ട് പോയിക്കോളി, ഒക്കെ റെഡിയാവും. 2027 ജനുവരി 31 വരെയാണ് ഈ സമയമുള്ളത്. 4000 മണിക്കൂറും 10 മില്യൺ ഷോർട്സ് വീഡിയോ ടൈം 2027 ജനുവരി 31 വരെ ഉള്ളൂ. 2027 ഫെബ്രുവരി 1 മുതൽ 8000 മണിക്കൂർ വാച്ച് അവറും വേണം. പിന്നെ ലാസ്റ്റ് 90 ദിവസത്തിൻ്റെ ഉള്ളിൽ 20 മില്യൺ ഷോർട്സ് വീഡിയോക്ക് വ്യൂസും വേണം. അപ്പോൾ അതുകൊണ്ട് ഇത് ആരും മറക്കണ്ട. പരമാവധി ബാക്കിലേക്ക് നിൽക്കണ്ടാവും. നമ്മളെ കൊണ്ട് കഴിയുമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് ചെയ്തു പോയത് ഒക്കെ ശരിയാവും. അപ്പോൾ ആരും വീഡിയോ നീ ഇടണില്ല, ഇത് ശരിയാവില്ല വിചാരിച്ചിട്ട് ഇരിക്കണ്ട. അടിച്ച് മുന്നോട്ടാണ് പോയിക്കോളി, ഒക്കെ ശരിയാവും. വല്ലാത്ത ജാതി. ഓക്കെ, അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം.